13-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിനുമിടയിൽ അറബ് ഇന്ത്യൻ വ്യാപാരികൾ വഴിയാണ് ഇസ്ലാം തായ്ലൻഡിൽ എത്തിയത്. മലേഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ദക്ഷിണ തായ്ലൻഡിലെ പട്ടാണി പ്രവിശ്യയിൽ നിന്നാണ് ഇസ്ലാം തായ്ലൻഡിൽ ഉത്ഭവമെടുത്തത്. തായ്ലൻഡിന്റെ സഹിഷ്ണുതാ സംസ്കാരം ഈ രാജ്യത്ത് ഇസ്ലാമിന് വേരോട്ടമുണ്ടാക്കാൻ സഹായകരമായി. തായ്ലൻഡിലെ മുസ്ലിം ജനസംഖ്യ 7.5 മില്യൺ ആണ്. ഇത് മൊത്തം ജനസംഖ്യയുടെ 12% വരും. തായ്ലൻഡിൽ ഇപ്പോൾ 2000-ത്തിലധികം മുസ്ലിം പള്ളികൾ ഉണ്ട്. തലസ്ഥാന നഗരിയായ ബാങ്കോക്കിൽ നിന്നും 86 കിലോമീറ്റർ വടക്കു ഭാഗത്തുള്ള ഫ്രാ നക്കോൺ സി ആയുത്തായ പ്രവിശ്യയിലുള്ള അതിപുരാതനമായ തക്കയ്യ യോക്കിൻ മസ്ജിദിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. 4 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ പള്ളി തായ്ലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പള്ളിയോട് ചേർന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയന്റെ മക്ബറയും കാണാം. ചാവോ ഫ്രായ നദിക്കരയിലാണ് ഈ പള്ളിയും മക്ബറയും സ്ഥിതി ചെയ്യുന്നത്. ഈ മക്ബറയിൽ മറവിട്ട് കിടക്കുന്ന പുണ്യപുരുഷന്റെ ചരിത്രം നമുക്കിങ്ങനെ വായിക്കാം. ഇവിടെയുള്ള ക്ഷേത്രത്തിന്റെ മഠാധിപതിയായ ദീവാൻ ചാവോ എന്ന പുണ്യപുരുഷൻ ഒരിക്കൽ ദാനധർമ്മം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നദിക്കരയിൽ ശുഭ്രവസ്ത്രവും തലപ്പാവും അണിഞ്ഞ ഒരു മനുഷ്യൻ നിൽക്കുന്നതായി കണ്ടു. ശുഭ്രവസ്ത്രധാരിയായ മനുഷ്യൻ മഠാധിപതിയോട് എന്നെയും നിങ്ങളുടെ വഞ്ചിയിൽ മറുകര എത്തിക്കാമോ എന്ന് ചോദിച്ചു. എന്റെ വഞ്ചി വളരെ ചെറുതാണെന്നും താങ്കളെ കൊണ്ടുപോകാൻ എന്റെ ശിഷ്യന്മാരെ മറ്റൊരു വഞ്ചിയുമായി വിടാമെന്നും പറഞ്ഞ് മഠാധിപതി മറുകരക്കേക്ക് യാത്രയായി. മറുകര എത്തി നോക്കുമ്പോഴേക്കും നേരത്തെ അക്കരെ കണ്ട ശുഭ്രവസ്ത്രധാരിയായ മനുഷ്യൻ തന്റെ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് മഠാധിപതിക്ക് കാണാനായത്. ശുഭ്രവസ്ത്രധാരിയായ ഈ മനുഷ്യൻ ഒരു സാധാരണക്കാരനല്ലെന്ന് മഠാധിപതിക്ക് മനസ്സിലായി. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തന്നെ മഠാധിപതി തീരുമാനിച്ചു. തന്റെ ആശ്രമത്തിന്റെ കവാടത്തിൽ പന്നിയുടെ തല തൂക്കിയിടാൻ മഠാധിപതി ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചു. ശേഷം ശുഭ്രവസ്ത്രധാരിയോട് തന്റെ ആശ്രമത്തിലേക്ക് വരാൻ മഠാധിപതി നിർദ്ദേശിച്ചു. അദ്ദേഹം അകത്ത് കടന്നപ്പോൾ മഠാധിപതി ചോദിച്ചു, നിങ്ങൾ പന്നികളെ വെറുക്കുന്ന ആളുകളല്ലേ? പിന്നെങ്ങനെയാണ് നിങ്ങൾ പന്നിയുടെ തലയുടെ അടിയിലൂടെ അകത്തേക്ക് കടന്നു വന്നത്? അപ്പോൾ ശുഭ്രവസ്ത്രധാരി പ്രതികരിച്ചു, ഞാൻ നടന്നു വന്നത് ഒരു ആട്ടിൻ തലയുടെ അടിയിലൂടെയാണ്. മഠാധിപതി ഉടനെ തന്നെ പുറത്തിറങ്ങി മേൽപോട്ട് നോക്കിയപ്പോൾ പന്നിയുടെ തല ആട്ടിൻ തലയായി മാറിയ കാഴ്ചയാണ് കണ്ടത്. സത്യത്തിൽ ഇന്ത്യയിൽ നിന്നും ഇസ്ലാമിക പ്രചരണത്തിനായി എത്തിയ ഷേഖ് അബ്ദുള്ള സൂൺ എന്ന പുണ്യപുരുഷനായിരുന്നു ആ ശുഭ്രവസ്ത്രധാരി. പിന്നീട് മഠാധിപതി ഷേഖ് അബ്ദുള്ളയോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ ചില മത്സരങ്ങളാവാം. തോൽക്കുന്നയാൾ ജയിക്കുന്നയാളുടെ
മതം സ്വീകരിക്കാൻ തയ്യാറാവണം. മഠാധിപതി പറഞ്ഞു, വെള്ളമുള്ളിടത്തെല്ലാം മത്സ്യമുണ്ടായിരിക്കണം. ഷേഖ് അബ്ദുള്ള സമ്മതിച്ചു. ഉടനെ മഠാധിപതി ഒരു തേങ്ങ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തേങ്ങ പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് നിറയെ മത്സ്യങ്ങളായിരുന്നു. മഠാധിപതി ആവശ്യപ്പെട്ട പ്രകാരം വീണ്ടും ചില അത്ഭുത സിദ്ധികളൊക്കെ ഷേഖ് അബ്ദുള്ള പ്രകടിപ്പിച്ചു. ഒടുവിൽ മഠാധിപതി തോൽവി സമ്മതിക്കുകയും ഇസ്ലാം മതം ആശ്ലേഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹം ഷേഖ് അബ്ദുള്ളയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ആ ക്ഷേത്രത്തെ ഒരു പള്ളിയാക്കി മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രസ്തുത ക്ഷേത്രം നിലനിന്ന സ്ഥാനത്താണ് ഇന്ന് നാം കാണുന്ന തഖിയ യോക്കിൻ മസ്ജിദ് നിലകൊള്ളുന്നത്. ഈ പള്ളി കേന്ദ്രീകരിച്ച് ഷേഖ് അബ്ദുള്ള സൂൺ ഇവിടത്തെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ അത്ഭുത സിദ്ധികൾ ഇവിടുത്തെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരാശ്വാസമായി മാറി. ഇംഗ്ലീഷ് വർഷം 1579 ഒരു ജമാദുൽ അവ്വൽ മാസം ഷേഖ് അബ്ദുള്ള സൂൺ ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹം താമസിച്ച വീട് പിന്നീട് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ കേന്ദ്രമാക്കി മാറ്റി. ജീവിതകാലത്തെന്ന പോലെ വിവിധങ്ങളായ പ്രയാസങ്ങൾ അറിയിച്ച് പരിഹാരം തേടാനായി ജാതിമത ഭേദമന്യേ ആളുകൾ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ കേന്ദ്രത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. 4 നൂറ്റാണ്ടിന് ശേഷം അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആവലാതികളും പ്രയാസങ്ങളുമായി ഈ മക്ബറയിലെത്തുന്ന ഇതര മതവിശ്വാസികൾ പൂക്കളും മാലകളുമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അർപ്പിക്കുന്നത് പതിവാണ്. ഷെയ്ഖ് അബ്ദുള്ളയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഇസ്ലാം മതം ആശ്ലേഷിച്ച ദീവാൻ ചാവോയെ മറമാടിയിരിക്കുന്നത് ഈ കെട്ടിടത്തിനകത്താണ്. ഷെയ്ഖ് അബ്ദുള്ള സൂണിന്റെയും ദീവാൻ ചാവോയുടെയും സംഭവബഹുലമായ ചരിത്രങ്ങൾ ഈ ഫലകത്തിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഈ പള്ളിക്കടുത്തായി ഒരുപാട് മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു വിശാലമായ ഖബർസ്ഥാനിയും ഉണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവിടത്തെ പള്ളിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. ഇവിടുത്തെ ഖുർആൻ പഠന കേന്ദ്രത്തിൽ നിന്നും പഠനം പൂർത്തീകരിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചു വരാറുണ്ട്.
വർഷത്തിലൊരിക്കൽ ഇവിടെ വിപുലമായ ഒരു ആത്മീയ സംഗമം നടക്കും. ദീപപ്രഭയാൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പള്ളിയും പരിസരവും വിശ്വാസികൾക്ക് നയന മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നു. പരിപാടിയിൽ പങ്കെടുക്കാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്താറുണ്ട്. ഇവിടെ തീർത്ഥാടനത്തിനെത്തുന്ന വിശ്വാസികൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി അതിവിശാലമായ സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. തായ്ലൻഡിലെ തക്കയ്യ യോക്കിംഗ് മസ്ജിദിന്റെയും മക്ബറയുടെയും വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പുണ്യപുരുഷന്മാരെ കുറിച്ചുള്ള വിശേഷങ്ങളുമായി വീണ്ടും കാണാം. മഅസ്സലാമ.